ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഹെയർ ഗ്രോത്തിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഹെയർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലോങ് ഹെയർ ആണ് കേട്ടോ. പക്ഷെ എനിക്ക് അത്ര വലിയ ലോങ് ഹെയർ ഒന്നും അല്ല ഉള്ളത്. പക്ഷെ ആവശ്യത്തിനുള്ള തിക്നെസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള ജനറേഷൻസ് ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ചെയ്യാറില്ല. കാരണം സമയമില്ല. എല്ലാവരും ഓരോരോ ബിസിയിലായിരിക്കും. ജോലി അല്ലെങ്കിൽ പഠിത്തം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ബിസി ആയിരിക്കും. എത്ര തിരക്കിലാണെങ്കിലും ഹെയറിനും അതുപോലെ തന്നെ സ്കിന്നിനും ഹെൽത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഭാവിയിൽ നല്ലതായിരിക്കും. ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോഴത്തെ ജനറേഷൻസ് മിക്കവാറും മാർക്കറ്റിലുള്ള ഓരോ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. എത്ര നാച്ചുറൽ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും എല്ലാത്തിലും കെമിക്കൽസ് ഉണ്ടാവും. ഇതാകുമ്പോൾ കുറച്ച് നേരത്തെ ഒരു പണിപെടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അടിപൊളി റിസൾട്ടും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള കെമിക്കൽസും നമ്മുടെ വീട്ടിലുള്ള പ്രൊഡക്ട്സ് വെച്ച് ഉപയോഗിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പുറത്തുനിന്ന് ഒരു ഇൻഗ്രീഡിയൻറ്റ് പോലും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ പനിക്കൂർക്ക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുത്ത വീടുകളിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ എടുത്തു എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം കേട്ടോ. ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ചെമ്പരത്തി ഇലയാണ് കേട്ടോ. ചെമ്പരത്തി ഇല നമ്മളൊരു 6 എണ്ണം. ഇതിപ്പോൾ എൻ്റെ ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതുള്ളത്. ഒരു 5 പേർക്കൊക്കെ ആണെങ്കിൽ അതേപോലെ. പിന്നെ നമ്മൾ ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെമ്പരത്തി പൂവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തുളസി, നമ്മുടെ വീട്ടിൻ്റെ എല്ലാ വീട്ടിലുള്ള തുളസി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൊയ്യാക്കട ഇല ഒന്നേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പനിക്കൂർക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ജലദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ചാറ് പിഴിഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പനിക്കൂർക്ക എന്ന് വേണം പറയാറുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് അലോവേരയാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അലോവേരയാണ്. അതിൻ്റെ മുള്ളുകളെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അലോവേര എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഒരു 10 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർത്ത ഉലുവയൊന്നും അല്ല, ജസ്റ്റ് കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. പിന്നെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, കറിവേപ്പില കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. എൻ്റെ വീട്ടിൽ കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കറിവേപ്പില ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊറോണ സമയത്തൊക്കെ എനിക്ക് ഇത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി. എനിക്ക് എന്തോ അപ്പോൾ ഭയങ്കര ലോങ് ഹെയർ വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അതായത് ഒരു ദിവസം ഇപ്പോൾ ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം അത് അരച്ച് തലയിലിടുക. അതുപോലെ തന്നെ പിന്നെ ഒരു 3 ദിവസം കഴിയുമ്പോൾ ചെമ്പരത്തി അരച്ച് തലയിലിടുക. അങ്ങനെ ഇത് തന്നെയായിരുന്നു പരിപാടി. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല റിസൾട്ടായിരുന്നു. മുടി ആവശ്യത്തിലധികം കൊഴിയുക, അതുപോലെ തന്നെ ഡാൻഡ്രഫ് വരിക. പിന്നെ ചിലവർക്ക് നല്ല ലോങ് ഹെയർ ആയിരിക്കും, പക്ഷെ തീരെ തിക്നെസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും എന്തുകൊണ്ട് ദോഷം ഉണ്ടാവില്ല. കാരണം നമ്മൾ വീട്ടിലുള്ള മുടിക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു കെമിക്കൽ പോലും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. മസ്റ്റ് അതിനുശേഷം മിക്സിയിലിട്ട് നന്നായി ഈ സംഭവങ്ങളെല്ലാം കൂടെ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ച് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മളുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരയ്ക്കുക. അതിനുശേഷം സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഹെയർ ഓരോ പാർട്ടായി എടുത്ത് എല്ലായിടത്തും പറ്റുന്നത് പോലെ അപ്ലൈ ചെയ്ത് വെക്കുക. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്കിത് വാഷ് ഓഫ് ചെയ്ത് സമയം വെക്കരുത്. കാരണം എല്ലാം തണുപ്പുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ചേരാത്തവർക്ക് ജലദോഷം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലായിട്ടുള്ള റിസൾട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.